എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തേർഡ് സെമസ്റ്റർ ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ലാസ്റ്റ് ചാപ്റ്റർ, പ്രോബ്ലം ചാപ്റ്റർ, അതിൽ ലാസ്റ്റ് ചാപ്റ്റർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നമുക്ക് നെക്സ്റ്റ് എടുക്കാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ ലോസ് ആണ്. പ്രീ അക്വിസിഷൻ ലോസ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് വിളിക്കും ഗുഡ് വില്ല്. അതായത് പ്രീ അക്വിസിഷനിലെ ഗുഡ് വില്ല് അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ ലോസ്. എന്താണ് പ്രീ അക്വിസിഷൻ ലോസ് നമുക്ക് നോക്കാം. On the acquisition date, the subsidiary company may have pre-acquisition loss. അതായത് സബ്സിഡറി കമ്പനീനെ ഏറ്റെടുക്കുന്ന ഡേറ്റിൽ കമ്പനിയുടെ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടായിരിക്കാം? പ്രീ അക്വിസിഷൻ ലോസ് ഉണ്ടായിരിക്കും. അതായത് അതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ എന്തെങ്കിലും ലോസുകൾ ചിലപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ നെഗറ്റീവ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുക. അതാണ് അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറയുന്നത്. The pre-acquisition loss should be taken into consideration while calculating net asset. അപ്പോൾ നമ്മൾ ആ സബ്സിഡറി കമ്പനിയുടെ നെറ്റ് അസെറ്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പ്രീ അക്വിസിഷൻ ലോസും കൂടി കൺസിഡർ ചെയ്യണം. നമുക്കറിയാം അസെറ്റ്സിന് ലൈബിലിറ്റി കുറയ്ക്കുക അല്ലേ. അപ്പോൾ ആ എമൗണ്ട് ആണ് അതിനെ നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്താലല്ലേ ശരിക്കുള്ള നെറ്റ് അസെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ പ്രീ അക്വിസിഷൻ ലോസ് ഉണ്ടെങ്കിൽ നെറ്റ് അസെറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം. പ്രീ അക്വിസിഷൻ ലോസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ബാലൻസ് ഈസ് നെറ്റ് അസെറ്റ് അക്വേർഡ്. അതായത് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മസ്റ്റായിട്ട് നമ്മൾ പ്രീ അക്വിസിഷൻ ലോസ് മൈനസ് ചെയ്തതിന് ശേഷം വേണം നെറ്റ് അസെറ്റ് വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ലോസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഇസ് പ്രീ അക്വിസിഷൻ ലോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ഏർണിങ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നെറ്റ് അസെറ്റ് വർക്കൗട്ട് ചെയ്യാൻ. ദ നെറ്റ് അസെറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ കൺസിഡറേഷൻ പെയ്ഡ്. എന്നിട്ട് വേണം നമ്മൾ കൺസിഡറേഷൻ പെയ്ഡ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഗുഡ് വിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. X Limited acquired all 1 lakh equity shares of rupees 10 each in Y Limited for rupees 9 lakh on 1/1/2017 when there was a debit balance of rupees 1,60,000, that is accumulated loss in the return earnings of Y Limited. ഇവിടെ എക്സ് ലിമിറ്റഡ് 1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് 10 രൂപയുടെ 1 lakh ഇക്വിറ്റി ഷെയർസ് വൈ ലിമിറ്റഡിൽ നിന്നും എന്ത് ചെയ്യണം? അക്വയർ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് 9 lakh റുപ്പീസാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ആ ഒരു ടൈമിൽ വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ റീറ്റേൺ ഏർണിങ്സിൻ്റെ പക്ഷേ നെഗറ്റീവ് റിട്ടേൺ ഏർണിങ്സ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ലോസ് എന്നാണ് അർത്ഥം. അപ്പോൾ അക്യുമുലേറ്റഡ് ലോസ് ഉണ്ട് കമ്പനിയുടെ പേരിൽ. ഇൻ ദ ഇയേഴ്സ് 2017 to 2020 വൈ ലിമിറ്റഡ് മേക്സ് പ്രോഫിറ്റ് ഓഫ് rupees 1,85,000 in total. 2017 നമ്മൾ വൈ ലിമിറ്റഡ് അക്വയർ ചെയ്തത്. അക്വയർ ചെയ്ത സമയത്ത് കമ്പനിയുടെ വൈ ലിമിറ്റഡിൽ നെഗറ്റീവ് ബാലൻസ് ആയിരുന്നു. പക്ഷേ 2017 മുതൽ 2020 വരെ വൈ ലിമിറ്റഡ് ഒരു 1,85,000 ടോട്ടലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലിവിങ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് rupees 25,000. അപ്പോൾ നമ്മുടെ ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഷ്ടം ലോസ് നമ്മൾ റിക്കവർ ചെയ്തു. അപ്പോൾ ബാക്കി 25,000 ഇനി എന്തുണ്ട്? റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് ബാലൻസ് 2020 അതാണ് അവർ പറഞ്ഞേക്കണേ. ലിവിങ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് rupees 25,000 ഇൻ റിട്ടേൺ ഏർണിങ്സ് ആസ് 31st December 2020. അപ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന 1,60,000 ആ ലോസ് നമ്മുടെ ഈ പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ 1,85,000 പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ അത് വെച്ച് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി 2020 ബാലൻസ് 25,000 റുപ്പീസ് ബാലൻസ് ഉണ്ട്. The return earnings of X Limited at the same date are rupees 4,20,000. നമ്മുടെ എക്സ് ലിമിറ്റഡിൽ റിട്ടേൺ ഏർണിങ്സ് ഉള്ളത് 4,20,000 ആണ്. അതായത് എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പാരൻറ്റ് കമ്പനിയിൽ 4,20,000 ആണ് റിട്ടേൺ ഏർണിങ്സ് ഉള്ളത്. Calculate the amount of goodwill arising on consideration. Also calculate the return earnings on 31st December 2020. അപ്പോൾ 2 കാര്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കൺസിഡറേഷൻ്റെ ബേസിസിൽ ഗുഡ്വിൽ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് 2020 മൊത്തം റീറ്റെയിൻ ഏർണിങ്സ്, 2 കമ്പനിയുടെ റീറ്റെയിൻ ഏർണിങ്സ് എത്രയാണെന്നാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഗുഡ്വിൽ വർക്കൗട്ട് ചെയ്യാം. ഗുഡ്വിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ കൺസിഡർ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 2017 നമ്മൾ കമ്പനീനെ ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കുന്ന സമയത്ത് എന്തുണ്ട്? സബ്സിഡറി കമ്പനിയിൽ 1,60,60,000 രൂപ ലോസ് ഉണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യാൻ? ഗുഡ്വിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഗുഡ്വിൽ വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ 2-3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എത്രയാണോ കൺസിഡറേഷൻ പെയ്ഡ് ചെയ്തത് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം?
നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ നെറ്റ് അസറ്റ് മൈനസ് ചെയ്യുക. നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യേണ്ടി വരും? ഷെയർ ക്യാപിറ്റലോടെ ലോസ് വന്നിട്ടുണ്ട്, ആ ലോസും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ മൊത്തം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 lakh ഇക്വിറ്റി ഷെയർ ആണ് 10 രൂപയിൽ. അപ്പോൾ 1 lakh × 10 lakh rupees ആണ് ഷെയർ ക്യാപിറ്റൽ വരിക. അതിൽ നിന്ന് റിട്ടേൺ ഏണിങ്സ് ആയിട്ടുള്ള ലോസും കൂടി ഡിഡക്ട് ചെയ്യണം. അപ്പോൾ 1 lakhൽ നിന്നും 1,60,000 ആണ് നമ്മൾ ലോസ് വന്നിരിക്കുന്നത്. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ 8,40,000. അപ്പോൾ നമ്മൾ ആ കമ്പനീനെ ഏറ്റെടുക്കാനായിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെറ്റ് അസറ്റ് 8,40,000 ഉള്ളൂ, പക്ഷേ കമ്പനീനെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ 90,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 60,000 കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ കൺസിഡറേഷൻ വരികയാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് ആണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ 9 lakh അല്ലേ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, നെറ്റ് അസറ്റ് 8,40,000 അല്ലേ. അപ്പോൾ ഡിഡക്ട് ചെയ്യുമ്പോൾ ബാലൻസ് എമൗണ്ട് 60,000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗുഡ് വിൽ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. കൺസിഡറേഷൻ പെയ്ഡിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസ് അക്വേർഡും പ്രീ അക്വിസിഷൻ ലോസും മൈനസ് ചെയ്യുക. അപ്പോൾ അവിടെ പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 1 lakh × 10 lakh rupees ആണ്. പ്രീ അക്വിസിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ അതുവരെ, അതായത് അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡറി കമ്പനിയിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിനെയാണ് പ്രീ അക്വിസിഷൻ ലോസ് എന്ന് പറയുക. ഇവിടെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് വൈ ലിമിറ്റുള്ള ഒരു 1,60,000 എന്നുണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, അക്യുമുലേറ്റ് ലോസ് ഉണ്ട്. അപ്പോൾ അതും കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ 1,60,000 ആണ്. അപ്പോൾ 1 lakhൽ നിന്നും 1,60,000 മൈനസ് ചെയ്തിട്ട് വേണം കൺസിഡറേഷൻ പെയ്ഡിൽ നിന്ന് മൈനസ് ചെയ്യാൻ. അപ്പോൾ 8,40,000 ആണ് ഇവിടെയും വരിക. അപ്പോൾ 9 lakhൽ നിന്നും 8,40,000 ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് 60,000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗുഡ് വിൽ. അപ്പോൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഗുഡ് വിൽ വർക്കൗട്ട് ചെയ്തു. ഇനി ഈ ക്വസ്റ്റിനിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഓൾസോ കാൽക്കുലേറ്റ് ദ റിട്ടേൺ ഏണിങ്സ് ആറ്റ് 31st December 2020. ക്ലോസിംഗ് ഡേറ്റിലെ എക്സ് ലിമിറ്റഡിൻ്റെയും വൈ ലിമിറ്റഡിൻ്റെയും റിട്ടേൺ ഏണിങ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ റിട്ടേൺ ഏണിങ്സ് ഓൺ റിപ്പോർട്ടിംഗ് പീരീഡിൽ നമുക്കറിയാം 25,000 rupees ആണ് ബാലൻസ് വന്നേക്കണേ. 25,000 rupees ആണ് റീറ്റെയിൻ ഏണിങ്സ് ഉള്ളത്. അതിൽ പ്രീ അക്വിസിഷൻ ലോസ് ഉണ്ടായിരുന്നു 1,60,000. അതെല്ലാം നമ്മൾ റിക്കവർ ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് വന്നേക്കുന്നത് 1,85,000 ആണ്. അപ്പോൾ ആക്ച്വലി 1,85,000 ആണ് നമ്മുടെ റീറ്റെയിൻ ഏണിങ്സ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നമുക്ക് 25,000 ബാലൻസ് വരണമെങ്കിൽ 1,60,000 നമുക്ക് ലോസ് ഉണ്ടായിരുന്നു. അത് റിക്കവർ ചെയ്തപ്പോൾ, അത് നമ്മൾ റിക്കവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്? 25,000 ബാലൻസ് വന്നേക്കുന്നത്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വൈ ലിമിറ്റഡ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് 1,85,000 ആണെന്ന് വ്യക്തമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ സ്റ്റെപ്സ് പ്രകാരം നമുക്ക് റീറ്റെയിൻ ഏണിങ്സ് എത്രയാണ്? ക്ലോസിംഗ് ഡേറ്റിൽ റീറ്റെയിൻ ഏണിങ്സ് 25,000 ആണ്. പക്ഷേ 1,60,000 നമുക്ക് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലോസ് റിക്കവർ ചെയ്തതിന് ശേഷമാണ് ബാലൻസ് 25,000 ആയത്. അപ്പോൾ ലോസും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ആക്ച്വലി നമ്മുടെ വൈ ലിമിറ്റഡിൻ്റെ റിട്ടേൺ ഏണിങ്സ് എത്രയാണ്? 1,85,000 ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം. എക്സ് ലിമിറ്റഡ് കയ്യിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ഡേറ്റിൽ, അതായത് ക്ലോസിംഗ് ഡേറ്റിൽ റിട്ടേൺ ഏണിങ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് അറ്റ് ദ സെയിം ഡേറ്റിൽ എക്സ് ലിമിറ്റഡിൻ്റെ റിട്ടേൺ ഏണിങ്സ് എത്രയാണ്? 4,20,000 രൂപയാണ്. ആ 4,20,000 എക്സ് ലിമിറ്റഡിൻ്റെ കയ്യിലുള്ളതാണ്. അതുമാത്രമല്ല നമ്മുടെ വൈ ലിമിറ്റഡിൻ്റെ റിട്ടേൺ ഏണിങ്സ് മാർക്ക് കിട്ടും, എക്സ് ലിമിറ്റഡിന് കിട്ടില്ലേ. കാരണം ഇവിടെ 100% കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിനെ 100% അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റനിലെ പെർസെൻറ്റേജ് പറയാത്തതുകൊണ്ട് ഫുൾ പെർസെൻറ്റേജ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1,85,000 ഫുള്ളായിട്ട് ആർക്ക് കിട്ടും? എക്സ് ലിമിറ്റഡിന് കിട്ടും. അപ്പോൾ 4,20,000 പ്ലസ് 1,85,000 ടോട്ടൽ 6,05,000 ആണ് എക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ റീറ്റെയിൻ ഏണിങ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ ഗുഡ് വിൽ കാൽക്കുലേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീ അക്വിസിഷൻ ലോസ് ആണ്. നെക്സ്റ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗുഡ് വിൽ അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. The date on which the parent company acquires shares in the subsidiary is very important. It may be possible that the balance sheet of subsidiary has some reserves and profits on the date of acquisition by the parent company. These profits have been earned by the subsidiary before its shares were acquired by the parent. Therefore, these are termed as pre-acquisition profit. നമ്മൾ നേരത്തെ പ്രീ അക്വിസിഷൻ ലോസ് നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാനായിട്ട് കൺസിഡർ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ സബ്സിഡിയറി കമ്പനീനെ പാരൻറ്റ് കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി കമ്പനിയുടെ കയ്യിൽ എന്തെങ്കിലും റിസർവ്സോ സർപ്ലസോ പ്രോഫിറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ പാരൻറ്റ് കമ്പനിക്ക് അക്വയർ ചെയ്യാം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് പറയുന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് അക്വയർ ചെയ്യാം. 100% ആണെങ്കിൽ ആ ഫുൾ എമൗണ്ട് മാർക്ക് അക്വയർ ചെയ്യാം, നമ്മുടെ പാരൻറ്റ് കമ്പനിക്ക് അക്വയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഫിറ്റിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് മാർക്ക് എടുക്കാം, പാരൻറ്റ് കമ്പനിക്ക് എടുക്കാം. അപ്പോൾ പെർസെൻറ്റേജിലാണ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ആ പെർസെൻറ്റേജ് മാത്രമേ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കിട്ടുള്ളൂ. 100% അക്വയർ ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് മാർക്ക് കിട്ടും, പാരൻറ്റ് കമ്പനിക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓൺ 1/4/2019, subsidiary ABC Limited has ₹90,000 as surplus in the balance sheet, while on 31st March 2020,
The balance in the surplus is rupees 1,50,000. H Limited acquired the shares of ABC Limited on 1/7/2020. Determine the pre-acquisition profit. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ വായിക്കുക. ഇവിടെ 1/4/2019 സബ്സിഡറി ആയിട്ടുള്ള ABC ലിമിറ്റഡിൻ്റെ കയ്യിൽ 90,000 രൂപ 90,000 റുപ്പീസ് സർപ്ലസ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നു. അതായത് ഓപ്പണിംഗ് ഡേയിൽ 90,000 രൂപ ഉണ്ടായിരുന്നു. 31/3/2020 ആയപ്പോൾ ആ സർപ്ലസിൻ്റെ ബാലൻസ് 1,50,000 ആയി. അതിനർത്ഥം ആ ഡ്യൂറിങ് ദ ഇയറിൽ ആ വർഷം എത്ര അയാൾ സർപ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും? 1,50,000 90,000 മൈനസ് ചെയ്താൽ പോലെ അപ്പോൾ 60,000 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണം, ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ സർപ്ലസ് അക്കൗണ്ടിൽ 90,000 രൂപ ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ഡേറ്റിൽ അത് 1,50,000 ആയി. അതിനർത്ഥം ആ വർഷം അവർ 60,000 രൂപ സർപ്ലസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ വർഷത്തെ ഫുള്ള് 60,000 സർപ്ലസ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് 1/7/2019 എന്ത് ചെയ്തിട്ടുണ്ട്? H ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ABCനെ അക്വയർ ചെയ്തു. അപ്പോൾ 1/7 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി 90,000 രൂപ സർപ്ലസ് ഉണ്ടായിരുന്നു. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ മൊത്തം നമുക്ക് 60,000 സർപ്ലസ് കിട്ടിയേക്കണേ. പക്ഷേ 7-ാം മാസം എന്ത് ചെയ്തിട്ടുണ്ട്? അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7-ാം മാസം വരെയുള്ള സർപ്ലസിനെയാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുക. കാരണം അക്വയർ ചെയ്ത ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ 1/7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7-ാം മാസം 1-ാം തീയതി വരെയുള്ള പ്രോഫിറ്റാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതിലെന്തായാലും 90,000 പെടും. കാരണം അത് ഏപ്രിൽ 90,000 രൂപ എന്തായാലും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ആ വർഷത്തെ ഫുള്ളായിട്ടുള്ള റിസർവ് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 60,000 രൂപ. ആ 60,000 രൂപയിൽ നമുക്ക് 3 മാസത്തെ വർക്കൗട്ട് ചെയ്യണം. കാരണം ഏപ്രിൽ മെയ് ജൂൺ. കാരണം നമുക്കറിയാം എന്താണ്, ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 1-ാം തീയതി അക്വയർ ചെയ്യുമ്പോൾ ജൂലൈ 1-ാം തീയതി വരെയുള്ള പ്രോഫിറ്റ്. അപ്പോൾ 60,000 എന്ന് പറഞ്ഞാൽ 12 മാസത്തെ പ്രോഫിറ്റാണ്. അതിൽ 3 മാസത്തെ പ്രോഫിറ്റ് വർക്കൗട്ട് ചെയ്യുക. അതായത് ജൂലൈ 1-ാം തീയതി വരെയുള്ള പ്രോഫിറ്റ് ഏപ്രിൽ മെയ് ജൂൺ. അപ്പോൾ 60,000 ഇൻറ്റു 3/12 കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 15,000 രൂപ എന്ന് കിട്ടും. അപ്പോൾ 90,000 രൂപ ഓൾറെഡി ഓപ്പണിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്നതാണ്. അതെന്തായാലും പ്രീ അക്വിസിഷനാണ്. കാരണം നമ്മൾ അക്വയർ ചെയ്തേക്കുന്നത് 1/7/2019 ഇത് 1/4/2019 ബാലൻസാണ് 90,000. അപ്പോൾ 90,000 എന്തായാലും പെടും. പിന്നെ ഏപ്രിൽ തൊട്ട് ജൂലൈ 1-ാം തീയതി വരെയുള്ള ആ 3 മാസത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഒരു വർഷത്തെ ഫുൾ പ്രോഫിറ്റ് 60,000 ആണ്. അപ്പോൾ 60,000 ഇൻറ്റു 3/12 ചെയ്താൽ പോരെ? 12 മാസത്തിൽ 3 മാസത്തെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 15,000 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര കിട്ടുക? 90,000 പ്ലസ് 15,000. ദി ആൻസർ ഈസ് 1,05,000. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. A Limited acquired the equity shares of 100% of B Limited on 31st March 2020, on which date the balance sheet of both companies are as follows. നമുക്കിവിടെ 2 കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ 100% ആണ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? അതായത് കൺട്രോൾ ചെയ്യേണ്ട പിന്നെ പോർഷൻ ഇല്ല. കാരണം ഫുള്ള് കമ്പനീനെ ഏറ്റെടുത്തു. ഇനി ബാക്കി റിമൈനിങ് പോർഷനിൽ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല. എ ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ബി ലിമിറ്റഡ് തന്നിട്ടുണ്ട്. എ ലിമിറ്റഡിൻ്റെ 7,50,000, ബി ലിമിറ്റഡിനെയാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 5 lakh ഷെയർ ക്യാപിറ്റൽ. റീറ്റെയിൻ ഏർണിങ്സിൻ്റെ ഇവിടെ 4 lakh 60,000. ഇവിടെ പ്രോഫിറ്റാണ്, ലോസ് അല്ല. കറണ്ട് ലൈബിലിറ്റി 50,000 40,000 ഉണ്ട്. നോൺ കറണ്ട് അസറ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബി ലിമിറ്റഡിന് വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസയാണ് 8 ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തേക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബി ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷമാണ്. ഇവിടെ ബി ലിമിറ്റഡിനെ വാങ്ങാൻ വേണ്ടിയിട്ട് 8 ലക്ഷം രൂപയെ കൊടുത്തേക്കണേ. അത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ മതി. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് വേണ്ടിയിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ 8 ലക്ഷം എന്നല്ലേ കൊടുത്തേക്കണേ. അപ്പോൾ 8 lakh ആണ് ബി ലിമിറ്റഡിനെ വാങ്ങാൻ വേണ്ടി കൊടുത്തേക്കണ പൈസ. കറണ്ട് അസറ്റ് 4 lakh 6 lakh. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ആദ്യം നമുക്ക് ഷെയർ ക്യാപിറ്റൽ എഴുതാം. ഷെയർ ക്യാപിറ്റൽ 7,50,000 എ ലിമിറ്റഡിൻ്റെ നമ്മൾ എഴുതുള്ളൂ. റീറ്റെയിൻ ഏർണിങ്സ് എത്രയാണ് വരിക? 4 lakh. കാരണം ബി ലിമിറ്റഡ് എടുക്കില്ല. ബി ലിമിറ്റഡ് നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യണം? ഗുഡ് വിൽ വർക്കൗട്ട് ചെയ്യാൻ മാത്രമേ ബി ലിമിറ്റഡിൻ്റെ റീറ്റെയിൻ ഏർണിങ്സ് എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ റീറ്റെയിൻ ഏർണിങ്സ് 4 lakh. അതായത് എ ലിമിറ്റഡിൻ്റെ പാരൻറ്റ് കമ്പനിയുടെ തന്നെ റീറ്റെയിൻ ഏർണിങ്സ് വരിക. കറണ്ട് ലൈബിലിറ്റീസ് രണ്ടും കൂടി ആഡ് ചെയ്യുക. 50,000 40,000 കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 90,000 എന്ന് കിട്ടും. നമ്മുടെ ലൈബിലിറ്റീസ് എല്ലാം ടോട്ടൽ കിട്ടി. അപ്പോൾ 12,40,000 കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഗുഡ് വില്ലാണോ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? ഗുഡ് വില്ലാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ആ ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ നമ്മൾ പല മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതിൽ 2 മെത്തേഡിൽ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് 2 മെത്തേഡിലൊന്ന് വർക്കൗട്ട് ചെയ്യാം. എത്ര കൺസിഡറേഷൻ ആണോ പേ ചെയ്തത് അതിൽ നിന്ന് നെറ്റ് അസറ്റ് മൈനസ് ചെയ്യുക. അങ്ങനെയല്ലേ പഠിച്ചേക്കണേ? അവിടെ കൺസിഡറേഷൻ എത്ര അടച്ചിട്ടുണ്ട്? അവ 8 ലക്ഷം. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ബി ലിമിറ്റഡിന് വേണ്ടി എ ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാണോ അതാണ് കൺസിഡറേഷൻ. അവിടെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ? 8 lakhs അല്ലേ? നോക്കി നിങ്ങൾ എ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കൊടുത്തേക്കണം എത്രയാണ്? 8 lakh rupees അല്ല. അപ്പോൾ 8 lakh ആണ് ഇവിടുത്തെ കൺസിഡറേഷൻ. നെറ്റ് അസറ്റോ അസറ്റ്സിൽ നിന്ന് ലൈബിലിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ റിസർവ്സ് ആഡ് ചെയ്യുക അല്ലേ? അവിടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5 lakh അല്ലേ?
അപ്പോൾ റിട്ടേൺ ഏണിങ്സിൽ ഇവിടെ 60,000 ആണ്, ലോസ് അല്ല വന്നേക്കണേ, ഇത് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആ പ്രോഫിറ്റ് ആഡ് ചെയ്യണം അല്ലേ. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തു. അപ്പോൾ 5 lakh + 60,000 അങ്ങനെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് കിട്ടും. അവിടുത്തെ അസറ്റ് എത്രയാണ്? 6 lakh അല്ലേ. ബി ലിമിറ്റഡിൻ്റെ ടോട്ടൽ അസറ്റ് 6 lakh അല്ലേ. അതിൽ നിന്ന് ലൈബിലിറ്റി കുറയ്ക്കുക. ലൈബിലിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലും റിട്ടേൺ ഏണിങ്സ് എടുക്കരുത്, ബാക്കിയുള്ള ലൈബിലിറ്റി. അപ്പോൾ എത്രയാണ്? 40,000 അല്ലേ കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ 6 lakh നിന്ന് 40,000 കുറച്ചാലും 5 lakh എന്ത് കിട്ടും? 5,60,000 കിട്ടും. അപ്പോൾ 8 lakh നിന്ന് 5,60,000 കുറച്ചാൽ, അതായത് 8 ലക്ഷം രൂപയാണ് നമ്മൾ ബി ലിമിറ്റഡ് വാങ്ങാൻ വേണ്ടി കൊടുത്തത്. പക്ഷേ നെറ്റ് അസറ്റ് 5,60,000 ഉള്ളൂ. അപ്പോൾ 5,60,000 കൊടുക്കേണ്ട സ്ഥാനത്ത് 8 ലക്ഷം കൊടുത്തേക്കണേ, കൂടുതലാണ് കൊടുത്തേക്കണേ. അങ്ങനെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഗുഡ് വില്ലാണ്. അപ്പോൾ 2,40,000 രൂപ ഗുഡ് വില്ലാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്ന അസറ്റ് അല്ലേ. എന്ത് അസറ്റാണ്? നോൺ കറണ്ട് അസറ്റാണ്. അപ്പോൾ നമ്മൾ അസറ്റിൽ നമ്മൾ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ കാണിക്കണം 2,40,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ് കാണിക്കണം. കറണ്ട് അസറ്റ് 4 lakh + 6 lakh ടോട്ടൽ 10 lakhs. ക്ലിയർ അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗുഡ് വിൽ വർക്കൗട്ട് ചെയ്ത മെത്തേഡ്, കൺസിഡറേഷൻ എത്രയാണോ അടച്ചത് അതിൽ നിന്ന് നെറ്റ് അസറ്റ് കുറയ്ക്കുക. നെറ്റ് അസറ്റ് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ + റിസർവ്സ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റിൽ നിന്നും ലൈബിലിറ്റി കുറയ്ക്കുക. ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ ഷെയർ ക്യാപിറ്റലും റിട്ടേൺ ഏണിങ്സ് എടുക്കരുത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നെറ്റ് അസറ്റ് ഇവിടെ എത്രയാണ്? ടോട്ടൽ അസറ്റ് 6 lakh ആണ്. അതിൽ നിന്ന് 40,000 കുറച്ചാലും നമുക്ക് നെറ്റ് അസറ്റ് കിട്ടും. അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിലൂടെ റിട്ടേൺ ഏണിങ്സ് ആഡ് ചെയ്താലും എന്ത് കിട്ടും? നെറ്റ് അസറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ലൈബിലിറ്റീസിൻ്റെ ടോട്ടൽ 12,40,000 കിട്ടി. അതുപോലെ അസറ്റിൻ്റെ ടോട്ടലും 12,40,000 കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സിൽ ഷുവറായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.